എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഞാനും അമ്മയും കൂടി ഈ ഒരുങ്ങി കെട്ടി എങ്ങിട്ടാണ് പോണേന്ന്. യെസ്, കല്യാണത്തിന് തന്നെ. എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് കസിനാണ് കേട്ടോ കല്യാണ പെണ്ണ്. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കണ്ടു. താലികെട്ടൊക്കെ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നേ. അതുകൊണ്ട് അതിനൊന്നും നമ്മളാരും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓഡിറ്റോറിയത്തേക്ക് അവർ വന്നപ്പം നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ ഫുൾ എൻജോയ് മൂഡിലൊക്കെ ആയിരുന്നു കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും കല്യാണം കാണാൻ വന്നതാന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മെയിൻ ആഗമന ഉദ്ദേശം വന്നിട്ട് സദ്യ കഴിക്കൽ മാത്രമായിരുന്നു. കുറേ നാളായി ഒരു കല്യാണ സദ്യ കഴിച്ചിട്ട്. അപ്പോൾ ഇത് മനഃപൂർവ്വം ഞാൻ ചാടിക്കയറി വന്നൊരു കല്യാണമാണ് കേട്ടോ, സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. അങ്ങനെ കുഞ്ഞിരാമായണത്തിൽ പറയണ മാതിരി എല്ലാ കറികളും വന്നു, 2 കൂട്ടം പായസവും വന്നു. ഇതെല്ലാം കൂട്ടി നല്ല ഒത്തൻറ്റിക് സദ്യ കഴിച്ചപ്പോൾ ആ കാണുന്ന ആക്രാന്തത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അതിലുള്ള സകലമാന കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിച്ചു. ഒരു വായാണെങ്കിൽ പോട്ടെ, 2ഉം 3ഉം വായ കഴിച്ചു. അപ്പോഴാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. എന്താണെന്നറിയോ, ഏതോ ഒരു കറിയിൽ നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റണില്ലടാ, ഒന്നും കഴിച്ചില്ല. അയ്യോ, കണ്ണും മൂക്കും ചെവി ഒന്നും കണ്ടിരുന്നില്ല കുറച്ച് നേരത്തേക്ക്. നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എത്രമാത്രം ഇരിച്ചിട്ടാണ് ഞാൻ ഇരിക്കണേന്ന്. അപ്പം എന്താ, അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.